ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ്. റെസിപ്പി വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നമ്മൾ ബാച്ചിലേഴ്സിനായിക്കോട്ടെ, അതേപോലെ തന്നെ കുക്കിങ്ങിലോട്ട് പുതിയതായിട്ട് കടക്കാൻ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉള്ളി, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഇതെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ റൈസ് നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള സിന്നാര ബസ്മതി റൈസാണ്. പിന്നെ നമ്മൾ ഇതെല്ലാം ഒറ്റ പാത്രത്തിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രം കഴുകാൻ മടിയുള്ളവരൊക്കെ ഇതൊന്ന് നോക്കി വെച്ചോളി. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് നമ്മൾ ആ ഉലുവ അതേപോലെ തന്നെ ജീരകവും കൂടെ പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ഉള്ളിയും ക്യാരറ്റും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ തക്കാളിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ ഈ റൈസിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മന്തി ആയിട്ടോ ഇറച്ചിച്ചോറായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. ആക്ച്വലി നമുക്ക് എന്താണ് ഇതിന് പേരുണ്ടെന്ന് അറിയില്ല. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കനും കൂടെ ഇതിലിട്ടിട്ട് ചിക്കനിലേക്ക് നമ്മൾ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ആഡ് ചെയ്യുന്ന മസാല മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട, ഗ്രാമ്പൂ അതൊക്കെ ചേർക്കാം. ഉമ്മച്ചി ഇവിടെ കുറച്ച് ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പം നിങ്ങൾ 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കണം. കാരണം ചിക്കനിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. വെള്ളം കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കനിൽ മസാല ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മളിവിടെ റൈസ് ഇട്ട് കൊടുക്കുന്നത്. റൈസും എല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിക്കാൻ വയ്ക്കുക. കുറച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഇത് റെഡി ആയിക്കോളും. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാലഡിൻ്റെ കൂടെ പപ്പടം, അച്ചാർ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഇത് അടിപൊളി റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ